മകയിരം, തിരുവാതിര, മകം, ആയില്യം, അനിഴം എന്നിങ്ങനെയുള്ള 5 നക്ഷത്രക്കാരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസം നാളെ, അതായത് ഏപ്രിൽ മാസം 25-ാം തീയതി വെള്ളിയാഴ്ച ആകാശവിതാനത്തിൽ സംഭവിക്കുവാൻ പോവുകയാണ്. അതായത് ആകാശപ്രേമികളെയും വാനനിരീക്ഷകരെയും അതിലെല്ലാം ഉപരിയായി ജ്യോതിഷ ലോകത്തെ തന്നെ ഞെട്ടിക്കുവാൻ പോകുന്ന ഒരു പ്രതിഭാസമാണ് നാളെ സംഭവിക്കുവാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, നാളെ ശുക്രനും ശനിയും ചന്ദ്രനും ആകാശവിതാനത്തിൽ മനുഷ്യരുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയുന്ന രീതിയിൽ ഒന്നിച്ചെത്തുകയും ഈ ഗ്രഹങ്ങൾ ഒന്നിച്ചെത്തുമ്പോൾ അത് നമ്മളെ നോക്കി പുഞ്ചിരിക്കുന്ന തരത്തിൽ ഒരു ചെറു പുഞ്ചിരിയുടെ ആകൃതിയിൽ ആകാശത്ത് തെളിഞ്ഞു കാണുകയും ചെയ്യും. അതായത് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ കാണാമെന്ന രീതിയിൽ 1-2 ഗ്രഹങ്ങൾ ഒന്നിച്ചെത്തുമ്പോഴാണ് സവിശേഷതകൾ നിറഞ്ഞ ഗ്രഹസംയോഗങ്ങൾ നടക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ 3 ഗ്രഹങ്ങൾ ഒന്നിച്ചെത്തുന്നത് വളരെ അപൂർവമാണ്. മാത്രമല്ല, ഇത്തരത്തിൽ 3 ഗ്രഹങ്ങൾ പ്രത്യേക രീതിയിൽ ആകാശത്ത് വിന്യസിക്കപ്പെടുമ്പോൾ അത് വളരെ പ്രത്യേകതയുള്ള കാഴ്ചയാവുകയും അതോടൊപ്പം തന്നെ ശക്തിയേറിയ ഒരു പ്രതിഭാസമായി മാറുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയേറെ പ്രത്യേകതകൾ നിറഞ്ഞതും ശക്തിയേറിയതുമായ ഈ ഗ്രഹങ്ങളുടെ സംയോഗത്താൽ മകയിരം, തിരുവാതിര, മകം, ആയില്യം, അനിഴം എന്നിങ്ങനെയുള്ള 5 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നാളെ സംഭവിക്കുവാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെപ്പറ്റിയും അതോടൊപ്പം തന്നെ ഈ അത്ഭുത പ്രതിഭാസം സംഭവിക്കുവാൻ പോകുന്ന സമയവും അതുമൂലം ഉണ്ടാകുന്ന എല്ലാ ഫലങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിൽ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ജ്യോതിഷശാസ്ത്രമനുസരിച്ച് ഈ ഒരു പ്രതിഭാസം സൂചിപ്പിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ ഐക്യത്തെയും ഉന്നതിയെയും അതുപോലെ തന്നെ വരുവാനിരിക്കുന്ന ചില മാറ്റങ്ങളെയുമെല്ലാമാണ്. അപ്പോൾ ഈ ശുക്രൻ്റെയും ശനിയുടെയും ചന്ദ്രൻ്റെയും ഒന്നിക്കൽ കൊണ്ട് നാളത്തെ ദിവസം മകയിരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സുപ്രധാനമായുള്ള കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു ദിവസമായിരിക്കും. അതായത് മകയിരം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന എന്ത് കാര്യമാണോ അതിലേക്ക് എത്തിച്ചേരുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ കൺമുൻപിൽ തെളിഞ്ഞു വരും. പ്രത്യേകിച്ച് പ്രണയം, ദാമ്പത്യം, കുടുംബജീവിതം എന്നീ മേഖലകളിലൊക്കെ മകയിരം നക്ഷത്രക്കാർക്ക് ഏറ്റവും ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു ദിവസമായിരിക്കും നാളെ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ഈ ഗ്രഹങ്ങൾ ഒന്നിക്കുന്നത് കാണുവാൻ കഴിയുന്നത് എപ്പോഴാണ് എന്നുള്ളത് കൂടി പറയാം. അതായത് ഒരു സ്മൈലിയെ പോലെ ഈ ഗ്രഹങ്ങൾ ഭൂമിയെ നോക്കി ചിരിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കാഴ്ച നിങ്ങൾക്ക് സൂര്യോദയത്തിന് 1 മണിക്കൂർ മുൻപ് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ കാണുവാൻ കഴിയും. പ്രത്യേകിച്ച് നിങ്ങൾ പ്രകാശമലിനീകരണം കുറഞ്ഞതും അതുപോലെ തന്നെ മറ്റുള്ള തടസ്സങ്ങളൊന്നുമില്ലാത്ത ഒരു തെളിഞ്ഞ പ്രദേശത്ത് നിന്നാണ് നോക്കുന്നതെങ്കിൽ കൂടുതൽ വ്യക്തതയോടെ നിങ്ങൾക്ക് ഈ ഒരു കാഴ്ച ആസ്വദിക്കാം. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയുമെങ്കിലും നിങ്ങളുടെ കയ്യിൽ ബൈനോക്കുലറോ ടെലിസ്കോപ്പോ ഉണ്ടെങ്കിൽ കാഴ്ചയ്ക്ക് മനോഹാരിത ഏറുമെന്നുള്ളതും വാസ്തവമാണ്. ഇനി രണ്ടാമതായി, ഈ ഗ്രഹങ്ങളുടെ അപൂർവ സംയോഗം കൊണ്ട് നാളെ ജീവിതത്തിൽ ഏറ്റവും ഗുണകരമായിട്ടുള്ള ഫലങ്ങൾ നേടിയെടുക്കുവാൻ പോകുന്ന നക്ഷത്രക്കാർ തിരുവാതിര നക്ഷത്രക്കാരാണ്.
തിരുവാതിര നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുള്ള ഭവനങ്ങൾക്ക് പോലും ചില അത്ഭുതകരമായ നേട്ടങ്ങളും ശുഭകാര്യങ്ങളും നേടിയെടുക്കുവാൻ കഴിയും. മാത്രമല്ല, വേദജ്യോതിഷപ്രകാരം ആത്മീയമായി വളരെ പ്രാധാന്യമുള്ള ഒരു സമയത്താണ് ആകാശത്ത് ഇത്തരത്തിലുള്ള കാഴ്ചകൾ പ്രത്യക്ഷപ്പെടുന്നത്. മാത്രമല്ല, ശനി നിലവിൽ മീനം രാശിയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ശുക്രന്റെ അനുഗ്രഹവും ചന്ദ്രന്റെ ഭാഗ്യഭാവവും കൊണ്ട് തിരുവാതിര നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിലേക്ക് ചില മംഗളകരമായ കാര്യങ്ങളും മാനസിക സന്തോഷമുണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങളും നാളെ സംഭവിക്കുവാൻ ഇടയാകും. ഇനി മൂന്നാമതായി, ഈ ഗ്രഹങ്ങളുടെ അപൂർവമായ ഒന്നിക്കൽ കൊണ്ട് വെള്ളിയാഴ്ച ജീവിതത്തിൽ വളരെയധികം ഗുണകരമായ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ പോകുന്ന നക്ഷത്രക്കാർ മകം നക്ഷത്രക്കാരാണ്. മകം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിൽ നാളത്തെ ദിവസം ശുക്രന്റെ സ്വാധീനം വളരെ അധികമായിരിക്കും. അതിനാൽ തന്നെ നിങ്ങൾ വളരെ കാലങ്ങളായി ആഗ്രഹിച്ചിട്ടും നടക്കാതിരുന്ന എന്തോ ഒന്നിലേക്ക് നിങ്ങൾ എത്തിച്ചേരുകയും ഒരു അത്ഭുതം എന്ന പോലെ നിങ്ങൾ അത് നേടിയെടുക്കുകയും ചെയ്യും. മാത്രമല്ല, ഈ ഗ്രഹങ്ങൾ ഒന്നിച്ചെത്തി ഇത്തരത്തിൽ ഒരു വിസ്മയ കാഴ്ച സൃഷ്ടിക്കുന്ന സമയം മുതൽ മകം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിൽ ഉത്തരവാദിത്തങ്ങൾ സന്തോഷത്തോടെ ഏറ്റെടുക്കുവാനുള്ള മാനസികാവസ്ഥ ഉണ്ടാവുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ചില നല്ല കാര്യങ്ങൾ നടക്കുവാൻ തുടങ്ങുകയും ചെയ്യും. ഇനി നാലാമതായി, ശുക്രനും ശനിയും ചന്ദ്രനും ഒന്നിക്കുന്ന ഈ മഹാത്ഭുതം കൊണ്ട് നാളത്തെ ദിവസം അതിവിശിഷ്ടമായ ചില കാര്യങ്ങൾ ജീവിത മേഖലകളിൽ കരസ്ഥമാക്കുവാൻ പോകുന്ന നാലാമത്തെ നക്ഷത്രക്കാർ ആയില്യം നക്ഷത്രക്കാരാണ്. ആയില്യം നക്ഷത്രക്കാർ ഇതുവരെ അനുഭവിച്ചിരുന്ന സങ്കടങ്ങളും ദുരിതങ്ങളും നിങ്ങൾ പോലും മറന്നു പോകുന്ന തരത്തിലായിരിക്കും ഈ ഗ്രഹങ്ങളുടെ സംയോഗം നിങ്ങളെ തുണയ്ക്കുന്നത്. പ്രത്യേകിച്ച് ആയില്യം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ കുടുംബത്തിൽ നിലനിന്നിരുന്ന ചില പ്രശ്നങ്ങൾക്ക് ശമനം ഉണ്ടാവുകയും മനസമാധാനവും സന്തോഷവും അധികരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളായിരിക്കും നാളെ മുതൽ നിലനിൽക്കുന്നത്. അതിനാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുമൊരു വിസ്മയ കാഴ്ച മാത്രമായിരിക്കില്ല. ഈ ഒരു കാഴ്ചയിൽ ഈ ഗ്രഹങ്ങൾ പുഞ്ചിരി തൂകുന്നതായി നിങ്ങൾക്ക് തോന്നുന്നത് പോലെ തന്നെ ജീവിതത്തിലും സന്തോഷവും പുഞ്ചിരിയും വിരിയുവാൻ പോവുകയാണ്. ഇനി അവസാനമായി, നാളത്തെ ഈ ഗ്രഹങ്ങളുടെ സംയോഗം കൊണ്ടും ആകാശത്ത് കാണുവാൻ കഴിയുന്ന അത്ഭുത പ്രതിഭാസം കൊണ്ടും ജീവിതത്തിൽ അനുഭവിച്ചു വന്നിരുന്ന കഷ്ടതകളിൽ നിന്ന് രക്ഷ നേടുവാനുള്ള യോഗം ലഭിച്ചിരിക്കുന്ന നക്ഷത്രക്കാർ അനിഴം നക്ഷത്രക്കാരാണ്. പ്രത്യേകിച്ച് വിവാഹപ്രായമായിട്ടും വിവാഹ തടസ്സങ്ങളും അതോടൊപ്പം തന്നെ വീട്ടുകാരിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും കുത്തുവാക്കുകളും കേൾക്കേണ്ടി വന്നിട്ടുള്ള ചില അനിഴം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് വിവാഹ തടസ്സങ്ങൾ നീങ്ങുകയും ഉത്തമമായ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനുമുള്ള ഭാഗ്യം ഉടനടി ലഭിക്കുകയും ചെയ്യും. അതിനോടൊപ്പം തന്നെ അനിഴം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുള്ള ഭവനത്തിൽ നാളത്തെ ദിവസം ചില ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുകയും ചില അപ്രതീക്ഷിതമായ ധനവരവുണ്ടാകുവാനും ഇടയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മകയിരം, തിരുവാതിര, മകം, ആയില്യം, അനിഴം ഉൾപ്പെടുന്ന 5 നക്ഷത്രക്കാർക്ക് നാളെ ഉണ്ടാകുവാൻ പോകുന്ന ഗ്രഹങ്ങളുടെ അപൂർവ സംയോഗം വെറുമൊരു ആകാശ കാഴ്ച മാത്രമായിരിക്കില്ല. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉയർച്ചകളും ഭാഗ്യവും വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. ഈശ്വരൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.